നമസ്തേ. ഭൂമിയിലെ ഏറ്റവും പ്രാകൃതവും ഹിംസ്ര ജന്തുവും അല്ലെങ്കിൽ ഏറ്റവും ക്രൂരതയുമൊക്കെയുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പല ജീവികളെക്കുറിച്ചും സിംഹത്തിനെക്കുറിച്ചും കടുവയെക്കുറിച്ചും പുലിയെക്കുറിച്ചും ചീങ്കണ്ണിയെക്കുറിച്ചും ഒക്കെ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും നമ്മളുടെ മനുഷ്യന്റെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രാകൃതനായിട്ടുള്ള ജീവി എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം മറ്റൊരു ജീവിയും ആ ജീവി ജീവിക്കുന്നതായിട്ടുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ ജീവി മറ്റൊരു ജീവി ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ സർവൈവലിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ ടെറിറ്ററി മാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്, അതിന്റെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് മറ്റൊരു ജീവിയെ ഭൂരിപക്ഷം ജീവജാലങ്ങളും കൊല്ലുന്നത്. അപൂർവമായിട്ട് നീരാളിയെ പോലുള്ള എട്ടുകാലിയെ പോലെയൊക്കെയുള്ള ജീവികളിലൊക്കെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരെണ്ണം മരണത്തിന് കീഴടങ്ങി മറ്റുള്ളവയ്ക്ക് ജന്മം നൽകുന്നു. അങ്ങനെയുള്ള അവസ്ഥകൾ കാണാനായിട്ട് സാധിക്കും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ സുഖങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഒരു കാരണവുമില്ലാതെയും പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള പല കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്, നമ്മളുടെ പത്രമാധ്യമങ്ങൾ കൂടെയും അല്ലാതെയൊക്കെ. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ ഒരുപാട് പേരെ കൊന്നൊടുക്കുകയും, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെയും നന്മയുടെയും ഒക്കെ കഥ അറിയാം, സ്വയം ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണെന്ന് പറയുന്നുണ്ട്, ദൈവം മനുഷ്യന്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നുമായിട്ട് ലോകത്തിന് മാറ്റമൊന്നുമില്ല. ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ദൈവത്തിനെ ആരാധിക്കുകയും, എന്നാൽ അവന്റെ മുന്നിൽ കാണുന്നതായിട്ടുള്ള ആ ദൈവത്തിനെ അല്ലെങ്കിൽ ആ പ്രകൃതിയെ തന്നെ അവൻ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കണക്കിന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജീവി എന്ന് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സ്വന്തം പ്രകൃതിയെ, സ്വന്തം നിലനിൽപ്പിനെ നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളാണ് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ടുള്ളത്, ഇന്ന് ചൂട് വളരെ കൂടി വരികയാണ്. ഹീറ്റ് നമ്മളെ ബോദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മരുഭൂമിയിൽ അവർ പച്ചപ്പ് നട്ടുപിടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ കുറേയേറെയൊക്കെ അവർ വിജയിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? പച്ചപ്പിനെ വെട്ടി നിരത്തിയിട്ട് നമ്മളെ നാട് മരുഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി ദിനം പോലെയുള്ള ചില പ്രത്യേക ദിനങ്ങളിൽ മാത്രമാണ് നമ്മളുടെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഒക്കെ കുട്ടികളെ ഒരു ചെടി നടുവാനും മരം നടുവാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്നത്. അത് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുന്നു, അതോടുകൂടി അത് തീർന്നു. പിന്നെ ആ ചെടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളതാണ്. വേറെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതുപോലെ തന്നെ അവനവന്റെ സൗകര്യങ്ങളാണ് ഇന്ന് എല്ലാവർക്കും വലുതായിട്ടുള്ളത്. സ്വന്തം വീടിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ. കാരണം അവിടെ കാട് പിടിക്കാൻ പാടില്ല, മറ്റ് ജീവികൾ വരാനായിട്ട് പാടില്ല, ചെളി ഉണ്ടാകാനായിട്ട് പാടില്ല, വാഹനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പിന്റെ അടിയിൽ പോലും ചെളി പറ്റാനായിട്ട് പാടില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ളത്. എന്നാൽ അതേസമയം മനുഷ്യൻ ഇത്രയും കയ്യേറി, പ്രകൃതിയെ കയ്യേറി കഴിഞ്ഞിട്ട് ജീവികൾ പുറത്തിറങ്ങി നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. വന്യജീവികൾ, ആനയും പാമ്പും ഒക്കെ മനുഷ്യന്റെ ഇടയിൽ നിന്ന് കുറഞ്ഞു പോകുന്നു എന്നല്ല, മനുഷ്യന്റെ ജീവിതവുമായിട്ട് പ്രശ്നങ്ങൾ കൂടിയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നത്തെ പുതിയ കുട്ടികൾ പലരും ഇപ്പൊ 5ലും 6ലും ഒക്കെ എത്തിയ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണിൽ ചെരുപ്പിടാതെ നടന്ന ഒരു ഓർമ്മ പോലും അവർക്കുണ്ടാവില്ല. എന്നാൽ അതേ സമയത്ത് നമ്മൾ മണ്ണിന്റെ മക്കളാണെന്നുള്ളതും, മണ്ണിൽ അധ്വാനിച്ചുകൊണ്ട് പണിയെടുത്ത ഒരു പൂർവികരാണ് നമുക്കുള്ളതെന്നും, അങ്ങനെയുള്ള ആളുകൾ, കർഷകർ ഇന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നും ഉള്ളിലേക്കൊന്നും ചെല്ലില്ല, ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിലും ഒന്നും എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കർഷകന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ കൃഷിക്കാരാകാൻ ആരെയും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, കൃഷിയുടെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കുന്നില്ല. വികസിതമായിട്ടുള്ള പല രാജ്യങ്ങളിലും, ഇൻക്ലൂഡിങ് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോവുകയാണെങ്കിൽ, ഈവൻ USA-യിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇസ്രായേലിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൂതനമായിട്ടുള്ള കൃഷിയിലുള്ള മുന്നേറ്റം കാണാനായിട്ട് സാധിക്കും. ചൈനയിലേക്ക് നോക്കുകയാണെങ്കിൽ കൃഷിയിലുള്ള മുന്നേറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ചെടി നടുന്നതും കൃഷി ചെയ്യുന്നതും പരിസ്ഥിതി ദിനം വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇഫ് ദ ഹീറ്റ് ബോദേഴ്സ് യു പ്ലാന്റ് എ ട്രീ. ഈ ചൂട് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു മരം നടുക. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ചെടി നടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മരങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ചൂട് പോലെ തന്നെ വെള്ളത്തിന്റെ ഒരു പ്രശ്നം. അവിടെയും നമുക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇഫ് ദ വാട്ടർ ബോദേഴ്സ് യു പ്ലാന്റ് എ ട്രീ. ഈ വെള്ളത്തിന്റെ ജലനിരപ്പൊക്കെ താന്നു പോകുന്നതിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ജലനിരപ്പ് താന്നു പോവുകയുമാണ്. നമുക്ക് മഴക്കുഴികളെ കുറിച്ചൊക്കെ പണ്ട് വളരെ വാചാലരായിരുന്നു. ഇപ്പൊ എത്ര പേർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ എത്രമാത്രം മരങ്ങളുണ്ട് എന്നുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഈ സംഗതികളോടൊക്കെ ഒരു സ്നേഹവും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടത്
വിദേശത്തേക്ക് പോവുക അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് നേടുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അതിനപ്പുറത്തേക്ക് പ്രകൃതിയെ സ്നേഹിക്കണമെന്നുള്ളത് എത്ര മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്തയും കൂടി ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് രാസവളങ്ങൾ അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയിലൂടെ ആണെങ്കിലും പലരോടും ഡോക്ടേഴ്സ് പറയും നിങ്ങൾ മത്സ്യമാംസാദികൾ കുറച്ചിട്ട് പച്ചക്കറി കഴിക്കണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം എന്നൊക്കെ. എന്നാൽ ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അയ്യോ ഇത് വായിലേക്ക് വെക്കുന്ന സമയത്ത് ഇതിൽ എത്രമാത്രം രാസവളം ഇട്ടിട്ടുണ്ട്, വിഷത്തിൽ മുക്കിയിട്ടുണ്ട് എന്നുള്ള ചിന്ത. നമ്മുടെ ഇവിടെയൊക്കെ വരുന്നതായിട്ടുള്ള പച്ചക്കറികളിലേക്ക് വിഷത്തിന്റെ അളവൊക്കെ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പോൾ തലകറങ്ങി വീഴും. അതുപോലത്തെ അവസ്ഥകളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഫുഡ് സേഫ്റ്റി പോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇന്ന് എഫിഷ്യൻസിയിലേക്ക് വന്നിട്ടില്ല. പല വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ തോന്നിയതുപോലെ ഉൽപ്പാദിപ്പിച്ചതായിട്ടുള്ള രാസവള പ്രയോഗങ്ങളും കീടനാശിനിയൊക്കെ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്താൽ അവിടെ ഇറക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ കർശനമായിട്ടുള്ള സിസ്റ്റങ്ങൾ അവിടെയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താണ്? അപ്പൊ ഇഫ് ദ ഫ്രൂട്ട്സ് ഓർ ഫുഡ് ബോദേഴ്സ് യു, പ്ലാന്റ് എ ട്രീ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ സ്ഥലപരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷേ അല്പമെങ്കിലും 5 സെന്റെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ വരും തലമുറയെ ചിന്തിപ്പിക്കണം. ഇത് നമ്മളായിട്ട് ഇനി എത്രമാത്രം മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതിലപ്പുറത്തേക്ക് ചിന്തയാണ് എല്ലാത്തിൻ്റെ ആധാരമായിട്ട് വർക്ക് ചെയ്യുന്നത്. കുട്ടികൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പക്ഷിമൃഗാദികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഭൂരിപക്ഷവും കാർട്ടൂണിലെ പക്ഷിമൃഗാദികളെയാണ് ഇഷ്ടപ്പെടുന്നത്. യഥാർത്ഥ പക്ഷിമൃഗാദികൾ എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു നായയോ പൂച്ചയോ ഉണ്ടാവും. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ആടും താറാവും കോഴിയും പശുവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പൂർവികരുടെ തലമുറയാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി യഥാർത്ഥത്തിലുള്ള ഇത്തരത്തിലുള്ള പക്ഷികളുടെ കരച്ചിലും അതിന്റെ മനോഹാരിതയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലാന്റ് എ ട്രീ എന്നുള്ളതാണ് അവിടെയുമുള്ള ആൻസർ. അതുകൊണ്ട് ജീവിതത്തിനെ ആര് സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരുപാട് മരങ്ങൾ നടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.